തരുൺമൂർത്തി എന്നടാ പണി വെച്ചിരിക്കേ, ഒരു രക്ഷയില്ലല്ലോ. എന്താണ് മനുഷ്യൻ നിങ്ങൾ ഈ കാണിച്ചു വെച്ചത്? മലയാളികൾ ആഗ്രഹിച്ച ഒരു മോഹൻലാലിനെ നമ്മുടെ മുന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അതിനാദ്യം ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ ലാലേട്ടനൊരു പടം ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഓൾ ഓവർ പടം കിടലാണ്, ഒരു രക്ഷയില്ല. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ പടത്തിൽ ഒരു ഫ്രെയിം പോലും നിങ്ങൾ മിസ്സാക്കരുതെന്നാണ് പറയാനുള്ളത്. കാരണം ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസ് നമുക്ക് ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പ്രകടനങ്ങൾ കാണാൻ പറ്റും. പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു എവറേജ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നമ്മുടെ ഒരു ഹൈപ്പൊക്കെ തരുന്ന രീതിയിൽ തന്നെ പടം കൊണ്ടുപോയത്. ഈ ഫസ്റ്റ് ഹാഫിന് ശേഷം പടം ഒരു പോക്ക് പോകുന്നുണ്ട് എൻ്റെ അളിയാ. ആ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെ മുകളോട്ടാ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പടം തീരുന്നവരെ നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ പടം കണ്ടു തീർക്കാനാവുള്ളൂ. അത് മേക്കേഴ്സിൻ്റെ ഒരു ഭയങ്കരമായ ഒരു കഴിവ് തന്നെയാണത്. ഓരോ ടീംസായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മ്യൂസിക് വേറെ അത് വേറെ ഇത് വേറെ എന്നൊക്കെ എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു സിനിമയാണ്. നമ്മളെ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം നമ്മൾ നോട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പടത്തിൽ നമ്മൾ എന്തൊക്കെയോ നമുക്കൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൽ നമുക്ക് ഈ പടം കാണുമ്പം ഓരോ ഫ്രെയിംസ് എന്നല്ല, എല്ലാ പടം മൊത്തത്തിൽ അടിപൊളിയാണ്. ആ ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴും പ്രേക്ഷകനെ സംബന്ധിച്ച് അതാണ് വേണ്ടത്. നമ്മളിപ്പോൾ മ്യൂസിക് നന്നായി, അത് നന്നായി, ഇത് നന്നായി എന്നുള്ളതിലേക്ക് ശ്രദ്ധ പോകുമ്പം പടത്തിന് വേറെ എന്തോ നെഗറ്റീവ് ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, പടം പോയി കാണാം. ഒരുപാട് കാലത്തിന് ശേഷം ഭയങ്കര സന്തോഷമായ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണ്. ലാലേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ്. അഴിഞ്ഞാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞപ്പോൾ അത് അങ്ങനെ എന്താ, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലാലേട്ടൻ നമുക്ക് കാണാം. നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ലാലേട്ടൻ നമുക്ക് കാണാം. അതായത് ചില സീൻസൊക്കെ ഞാനത് പറഞ്ഞാൽ അത് സ്പൂഫായി പോകുന്നത്, കയ്യിലെ രോമൊക്കെ എണീക്കാന്നൊക്കെ പറയില്ല. ആ ഒരു സംഭവം നമുക്ക് ഈ പടത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് തിയേറ്ററിലെ എക്സ്പീരിയൻസ് ചിലപ്പോൾ മിസ്സാവും. ഏറ്റവും ആദ്യം അവസാനം എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങൾ പടം എന്തായാലും പോയി കാണാം, തിയേറ്ററിൽ നിന്ന് കാണാതെ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് വിലയിരുത്താം. അപ്പം ഞാനൊരു ഷോർട്ട് റിവ്യൂ ഇട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപേ, ഫസ്റ്റ് ഹാഫിൻ്റെ സമയത്ത്. അപ്പോൾ എനിക്ക് കുറേ തെറിവിളികളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ അതൊക്കെ പടം കാണാത്ത അല്ലെങ്കിൽ പടത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിയിട്ടുള്ള കുറച്ച് പേരുടെ കമൻസ് ആണെന്നുള്ള എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഇവിടെ കൊടുക്കാം വീഡിയോയിൽ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ബാക്കി നമുക്ക് ബീപ്പിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാം. എല്ലാവർക്കും ഇഷ്ടമാവും. ഫാമിലി ആയിട്ടും കാണാം, ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കാണാം. മെയിൻ അതുപോലെ പടത്തിലെ വില്ലൻ റോൾ ചെയ്ത പുള്ളിയുടെ പേര് എനിക്ക് പെട്ടെന്ന് മറന്നുപോയി. പക്ഷെ പുള്ളി ഒരു രക്ഷയില്ല, ലാലേട്ടനോട് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് പടത്തിൻ്റെ ഹൈലൈറ്റും. നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് പുള്ളിനെ പല പഴയ ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ കമ്പയർ ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു ഐക്കോണിക് ആണ് പുള്ളി. ഒരു എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട് ആ പുള്ളിയുടെ അഭിനയത്തിൽ. കിടിലം പെർഫോമൻസ് ആയിരുന്നു. ശോഭന മാമൊക്കെ വേറെ ലെവലില് പുള്ളിക്കാരി. ഞാനൊന്നും അതും പറയുന്നില്ല. നിങ്ങൾ പടം കാണാം, എന്തായാലും പടം നിങ്ങൾക്ക് ഇഷ്ടമാവും. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ, നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം, തുടരും.